ഞാൻ തുടങ്ങട്ടെ. എനിക്ക് മീഡിയ വണ്ണിൽ തന്നെയല്ല, ഞാൻ പറയുന്നതിന് എനിക്ക് 100% സപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, സ്നേഹം എന്ന് പറഞ്ഞ ഈ ലോകത്തിൽ ഇല്ലാതായി. അപ്പം എനിക്കിത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ഞാൻ ഈ TV കാണുന്ന മുഴുവൻ കൊലയും കൊലപാതകവും ഈ TV കാണുന്ന മുഴുവൻ കൊലയും കൊലപാതകവും മയക്കുമരുന്ന് യൂസിങ്ങും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്ന്, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ തന്നെ വന്ന് പറയാൻ ഓടി വന്നത്. അഹങ്കാരം പറയല്ലോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മഹാമോശമാണെന്നാണ് ഞാൻ പറയുന്നത്. ശ്രീമതി ജയ, അത് ഒരു തലമുറയുടെ മാത്രം കുഴപ്പമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മുന്നിലുള്ള തലമുറകളൊക്കെ ഇതിനേക്കാൾ മെച്ചമായിരുന്നു. തീർച്ചയായും അവർക്ക് ഫ്രീഡം കൂടിപ്പോയി. അയ്യോ, കഷ്ടമായി പോയി. ഞാനിത് ജുവനൈൽ ഹോമിൽ നിന്നെല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കുട്ടികളെ പറ്റി നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ടും ഇപ്പം ഞാൻ 30 വർഷമായി ഇവിടെ കോഴിക്കോട് എത്തിയിട്ട് ഈ ജുവനൈൽ ഹോമിൻ്റെ സമീപം തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും എനിക്കറിയാം അവിടുന്ന് വിവാഹം കഴിപ്പിച്ച് വിട്ട പെൺകുട്ടികളുടെ സ്ഥിതിയും അവിടുന്ന് പോയിട്ടുള്ള ആൺകുട്ടികളുടെ സ്ഥിതിയും ഒക്കെ എനിക്ക് ഇപ്പോഴും അറിയാം. ഞാൻ ശരിക്കും ഗവേഷണം നടത്തുന്ന ഒരാളാണ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കള്ളത്തിലേ പറഞ്ഞിട്ടുള്ളൂ, അതറിയാലോ. അല്ല ശ്രീമതി ജയ, തല്ലിയത് കൊണ്ട് ആളുകൾ നന്നാകുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? ഒന്നുകിൽ ശാസ്ത്രീയമായത് അല്ലെങ്കിൽ അനുഭവത്തിന്റെ എന്ത് റീസൺ? ഇന്ത്യയിൽ എന്ത് എന്ന് ചോദിച്ചാൽ, ചുട്ടു പഴുപ്പിച്ച ചൂരവടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ചൂരവടി ഞാൻ ഇറങ്ങാൻ നേരം ഞങ്ങളുടെ HM വാങ്ങിച്ചെടുത്തു. പക്ഷേ ആ വടി കയ്യിലിരിക്കത്തേ ഉള്ളൂ. ജയ ടീച്ചർ വരുന്നു എന്നറിഞ്ഞാൽ ഉടനെ കുട്ടികൾ ക്ലാസ്സിൽ കയറി